സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായം 48-49 തിരുവചനങ്ങൾ. ഈ സ്വർഗാരോപണ തിരുനാളിൽ പരിശുദ്ധ അമ്മ നമ്മുടെ കൂട്ടിനുണ്ടാവട്ടെ. അമ്മ ഈശോയിലേക്ക് നമ്മെ കൂടുതൽ അടുപ്പിക്കട്ടെ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ശ്രദ്ധിച്ചത് ഫ്രാഗിൾ എന്ന ഡോൾഫിനെയാണ്. അവളൊരു അമ്മയാണ്. തൻ്റെ ജീവനറ്റ കുഞ്ഞിനെ ദിവസങ്ങളോളം ഒപ്പം ചുമന്നു നടന്ന ഒരമ്മ. ഓസ്ട്രേലിയൻ തീരത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തോട് ചേർന്ന ഭാഗം ഫ്രാഗിൾ എന്ന പേരിട്ടിരിക്കുന്ന ഒരു പെൺ ഡോൾഫിൻ തൻ്റെ ജീവനറ്റ കുഞ്ഞിനെ ദിവസങ്ങളോളം ഒപ്പം ചുമന്നു നടന്ന സങ്കടകരമായ കാഴ്ച. ജിയോഗ്രഫി മറൈൻ റിസർച്ച് എന്ന ഗവേഷണ സംഘടനയാണ് ഡ്രോൺ ക്യാമറ ഉപയോഗിച്ച് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത്. ജനിച്ചതിന് ശേഷം 2 ആഴ്ച മാത്രം പ്രായമുള്ളപ്പോൾ ശ്വാസകോശ സംബന്ധമായ അസുഖം മൂലം ജീവൻ നഷ്ടപ്പെട്ട തൻ്റെ കുഞ്ഞിനെ 6 ദിവസത്തോളമാണ് ഫ്രാഗിൾ കടലിൻ്റെ ഉപരിതലത്തിൽ ഉയർത്തിപ്പിടിച്ച് നീന്തിയത്. ഒരമ്മയുടെ സ്നേഹത്തിൻ്റെ ആഴം. കുഞ്ഞിൻ്റെ ശരീരം താഴേക്ക് താണു പോകുമ്പോഴെല്ലാം അത് തൻ്റെ ചുണ്ടുകൊണ്ട് മുകളിലേക്ക് ഉയർത്തി ഒപ്പം കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ലോകമെമ്പാടുമുള്ള ആളുകളുടെ മനസ്സ് അലിയിപ്പിച്ചു. ഗവേഷകരുടെ വിവരമനുസരിച്ച് ഫ്രാഗിൾ നേരിടുന്ന 5ാമത്തെ കുഞ്ഞിൻ്റെ നഷ്ടമാണിത്. ഇതിനു മുമ്പ് പ്രസവിച്ച 4 കുഞ്ഞുങ്ങളും പല കാരണങ്ങളാൽ ജീവനോടെ അവശേഷിച്ചിരുന്നില്ല. കുഞ്ഞിനെയും ചുമന്ന ദുഃഖത്തോടെ നീന്തുന്ന ഫ്രാഗിളിനെ തനിച്ചാക്കാതെ അവളുടെ ഡോൾഫിൻ കൂട്ടത്തിലെ 14ഓളം മറ്റ് ഡോൾഫിനുകൾ ആ 6 ദിവസവും ഒപ്പം നീന്തി പിന്തുണ നൽകുന്നതും ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു. സ്വന്തം ജീവനും ഭക്ഷണവും പോലും നോക്കാതെയാണ് അമ്മമാർ ഇത്തരം അവസരങ്ങളിൽ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് അവയെ ചുമക്കുന്നത്. നമ്മൾ മനുഷ്യർക്ക് ഒരമ്മയുടെ സ്നേഹവും കരുതലും എന്താണെന്നറിയാം. അമ്മയെന്ന സത്യം അങ്ങനെയാണ്. വിട്ടുകൊടുക്കാതെ മരണത്തിൽ പോലും ഇനിയുമൊരു ശ്വാസം ബാക്കിയുണ്ടോ എന്ന പ്രതീക്ഷയുടെ സ്നേഹം. അങ്ങനെയൊരു അമ്മയുടെ ഓർമ്മയിലാണ് നമ്മൾ. നമ്മുടെ കൂടെ കൂട്ടുവരുന്ന, നമ്മുടെ പ്രതീക്ഷകൾക്ക് നിറം പകരുന്ന ഒരമ്മ. ക്രൈസ്തവ വിശ്വാസത്തിൽ പരിശുദ്ധ മറിയത്തിന് ലഭിച്ചിരിക്കുന്ന സ്ഥാനം അതുല്യമാണ്. സഭ മറിയത്തെ ആദരിക്കുന്നത് ദൈവകൃപയോട് അവൾ നൽകിയ പൂർണ്ണമായ മറുപടി കൊണ്ടാണ്. മറിയത്തിൻ്റെ ജീവിതം യേശു ക്രിസ്തുവിലേക്കുള്ള ഒരു കണ്ണാടിയാണ്. അവളെ കാണുമ്പോൾ നാം യേശുവിനെ കാണാൻ പഠിക്കുന്നു. അവളെ കാണുമ്പോൾ നാം യേശുവിനെയാണ് കാണാൻ പഠിക്കുന്നത്. സഭാപിതാവായ വിശുദ്ധ അംബ്രോസ് പറയുന്നുണ്ട്, മറിയത്തിൻ്റെ ആത്മാവ് ഓരോ വിശ്വാസിയിലും ജീവിക്കട്ടെ, അപ്പോൾ ക്രിസ്തു ഓരോ ഹൃദയത്തിലും ജനിക്കും. ഇതാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തനം. മറിയത്തിൻ്റെ ആത്മാവ് ഓരോ വിശ്വാസിയിലും ജീവിക്കട്ടെ, അപ്പോൾ ക്രിസ്തു ഓരോ ഹൃദയത്തിലും ജനിക്കും. നസ്രത്ത് ഒരു പ്രശസ്ത നഗരമൊന്നും ആയിരുന്നില്ല. മറിയ ഒരു രാജകുമാരിയുമല്ല. പക്ഷെ ദൈവം അവളെ തിരഞ്ഞെടുത്തു. ദൈവം പലപ്പോഴും ലോകം വിലമതിക്കാത്തവരെയാണ് തിരഞ്ഞെടുക്കുന്നത്. നമുക്കറിയാം, ദാവീദ് ഒരു ഇടയനായിരുന്നു, മോശയൊരു സാധാരണക്കാരൻ, പത്രോസ് ഒരു മത്സ്യത്തൊഴിലാളിയായിരുന്നു. അതുപോലെ മറിയം ഒരു സാധാരണ യുവതിയായിരുന്നു. കാരണം ദൈവം പുറത്തുള്ള മഹത്വമല്ല നോക്കുന്നത്, ഹൃദയത്തിൻ്റെ ഒരുക്കമാണ്. ഞാൻ ചെറിയവനാണ്, എനിക്ക് കഴിവില്ല, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങളുണ്ട് എന്നൊന്നും ദൈവത്തിൻ്റെ വിളിയെ അതൊന്നും തടയുന്നില്ല. ഗബ്രിയേൽ ദൂതൻ വന്നപ്പോൾ മറിയം ആദ്യം ഭയപ്പെട്ടു. അവൾ ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? ഇത് അവിശ്വാസത്തിൻ്റെ ചോദ്യമല്ല, മനസ്സിലാക്കാനുള്ള ചോദ്യമാണ്. ഉത്തരം ലഭിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. അവൾ പറഞ്ഞത് എനിക്കെല്ലാം മനസ്സിലായി എന്നല്ല, എനിക്ക് ഭാവി വ്യക്തമായി എന്നുമല്ല. അവൾ പറഞ്ഞത് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു എന്നാണ്. വിശ്വാസം എന്നത് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടിയ ശേഷമുള്ള തീരുമാനമല്ല. ഉത്തരം ലഭിക്കാത്ത ചോദ്യങ്ങൾക്കിടയിലും ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു തീരുമാനമാണ്. അതൊരു തീരുമാനമാണ്. ദൈവപുത്രനെ ഗർഭത്തിൽ ധരിച്ച മറിയം സ്വന്തം മഹത്വം ആഘോഷിക്കാൻ പോയില്ല. അവൾ എലിസബത്തിൻ്റെ വീട്ടിലേക്ക് ഓടി. എന്തുകൊണ്ട്? സ്നേഹം ഒരിക്കലും സ്വയം കേന്ദ്രീകൃതമല്ല. സ്നേഹം സേവനമാണ്. ഇന്ന് നാം പ്രാർത്ഥിക്കുന്നു, നോമ്പെടുക്കുന്നു, ജപമാല ചൊല്ലുന്നു. പക്ഷേ നമ്മുടെ അയൽവാസിയുടെ കണ്ണുനീർ കാണുന്നുണ്ടോ? നമ്മുടെ അടുത്തുള്ളവരുടെ? ഒരു രോഗിയെ സന്ദർശിക്കുന്നുണ്ടോ? ഒരു ഏകാകിയെ ആശ്വസിപ്പിക്കുന്നുണ്ടോ? മറിയം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തെ കണ്ടുമുട്ടിയ ഒരാൾ മനുഷ്യരെ സേവിക്കാതെ ഇരിക്കില്ല എന്നാണ്. മനുഷ്യരെ സേവിക്കാതെ ഇരിക്കില്ല.
മറിയത്തിൻ്റെ ഏറ്റവും മനോഹരമായ പ്രാർത്ഥനയാണ് മാഗ്നിഫിക്കാത്. അവൾ പറയുന്നില്ല ഞാൻ വലിയവളാണ്. അവൾ പറയുന്നു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഇതാണ് യഥാർത്ഥ വിശുദ്ധി. വിശുദ്ധർ സ്വന്തം മഹത്വമല്ല അന്വേഷിക്കുന്നത്, അവർ ദൈവത്തിൻ്റെ മഹത്വം മാത്രമാണ് അന്വേഷിക്കുന്നത്. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നുണ്ട്, അഹങ്കാരം മനുഷ്യരെ താഴ്ത്തുന്നു, വിനയം അവനെ ദൈവത്തിലേക്ക് ഉയർത്തുന്നു. മറിയം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. കാനായിൽ മറിയം ആദ്യം ആ പ്രശ്നം കണ്ടു. അവർക്ക് വീഞ്ഞില്ല. ഇതൊരു വാക്യം മാത്രമല്ല, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിയുന്ന ഹൃദയത്തിൻ്റെ പ്രകടനമാണ്. പിന്നീട് അവൾ പറഞ്ഞ വാക്കുകൾ ബൈബിളിലെ ഏറ്റവും മനോഹരമായ ആത്മീയ നിർദ്ദേശങ്ങളിലൊന്നാണ്. അവൻ നിങ്ങളോട് പറയുന്നതെന്തോ അത് ചെയ്യുവിൻ. മറിയത്തിൻ്റെ ജീവിതം മുഴുവൻ ഈ ഒരു വാക്യത്തിൽ ഒതുങ്ങുന്നുണ്ട്. അവൾ ആരെയും തൻ്റെ അടുക്കിലേക്ക് വിളിക്കുന്നില്ല, യേശുവിലേക്കാണ് നയിക്കുന്നത്, യേശുവിലേക്ക്. മറിയം ജീവിതത്തിലെ സഹനങ്ങളിൽ നിന്ന് ഓടിപ്പോയില്ല, അവൾ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നു. ഒരമ്മയുടെ ഹൃദയം എത്രമാത്രം തകർന്നിരിക്കുമായിരുന്നു. എന്നാലും അവൾ വിശ്വാസം ഉപേക്ഷിച്ചില്ല. നമ്മുടെ ജീവിതത്തിലും ചില കുരിശുകളുണ്ട്. രോഗം, സാമ്പത്തിക ബുദ്ധിമുട്ട്, കുടുംബ പ്രശ്നങ്ങൾ, മക്കളുടെ വഴിതെറ്റൽ, പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ലെന്ന തോന്നൽ. അപ്പോൾ മറിയം നമ്മോട് പറയുന്നുണ്ട്, ഞാനും ഈ വഴിയിലൂടെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് അവൾ നമ്മുടെ വേദന മനസ്സിലാക്കുന്ന ഒരമ്മയാണ്. ആ അമ്മയാണ് മറിയം. യേശു കുരിശിൽ നിന്ന് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നമ്മളിത് കാണുന്നുണ്ട്. സഭ ഈ വചനത്തെ ആഴത്തിൽ ധ്യാനിച്ചിട്ടുണ്ട്. മറിയം യോഹന്നാൻ്റെ മാത്രം മാതാവായിരുന്നില്ല, ക്രിസ്തുവിൽ ജീവിക്കുന്ന എല്ലാവരുടെയും ആത്മീയ മാതാവായി അവൾ നൽകപ്പെട്ടു. അതുകൊണ്ടാണ് ക്രൈസ്തവർ അവളുടെ മധ്യസ്ഥം തേടുന്നത്. മാതാവിനോട് സഹായം ചോദിക്കുന്നത് മകനെ മാറ്റി നിർത്തുന്നതല്ല, മറിച്ച് മകൻ്റെ അടുക്കലേക്ക് കൂടുതൽ അടുത്തു വരാനുള്ള വഴിയാണ്. അപ്പസ്തോല പ്രവർത്തനത്തിൽ നാം കാണുന്നു, ശിഷ്യന്മാർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. അവരോടൊപ്പം മറിയവും ഉണ്ടായിരുന്നു. അതായത് സഭയുടെ ജനനം പോലും പ്രാർത്ഥനയിലായിരുന്നു. ഇന്ന് നമ്മുടെ കുടുംബങ്ങൾക്കും ഈ പ്രാർത്ഥനയുടെ ഐക്യമാണ് ആവശ്യം. ഈ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ആവശ്യമുണ്ട്. ഇന്നത്തെ ലോകം വേഗത്തിലാണ്, പക്ഷേ സമാധാനം ഉണ്ടോ? സമാധാനം കുറവാണ്. സൗകര്യങ്ങൾ കൂടുതലാണ്, പക്ഷേ സന്തോഷം കുറവാണ്. ബന്ധങ്ങൾ ഏറെയാണ്, പക്ഷേ ഹൃദയങ്ങൾ ഏകാകികളാണ്. ഇത്തരം ലോകത്തോട് പരിശുദ്ധ അമ്മ പറയുന്നു, തൻ്റെ ജീവിതം കൊണ്ട് ദൈവത്തെ വിശ്വസിക്കൂ, വിനയത്തോടെ ജീവിക്കൂ, സേവനത്തെ തിരഞ്ഞെടുക്കൂ, പ്രാർത്ഥന ഉപേക്ഷിക്കരുത്, യേശുവിനെ മാത്രം കേന്ദ്രമാക്കൂ. അമ്മ പറയുകയാണ്. പ്രിയ സഹോദരങ്ങളെ, മറിയത്തിൻ്റെ ജീവിതത്തെ ഒരു വാക്യത്തിൽ പറയേണ്ടി വന്നാൽ അത് ഇതായിരിക്കും: അവൾ സ്വയം ജീവിച്ചില്ല, ദൈവത്തിനായി ജീവിച്ചു. അതുകൊണ്ടാണ് അവളുടെ ജീവിതം ലോകത്തെ മാറ്റിയത്. നമ്മളും ഇന്ന് അവളുടെ ഓർമ്മകളിൽ നിൽക്കുമ്പോൾ, സ്വർഗാരോപണ തിരുനാളിൽ ആ പാദങ്ങളിൽ നിന്ന് ഈ 5 കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ദൈവം വിളിക്കുമ്പോൾ അതെ, യേസ് പറയുക, വിനയത്തോടെ ജീവിക്കുക, മറ്റുള്ളവരെ സേവിക്കുക, കുരിശുകൾ സഹിക്കാൻ പഠിക്കുക, യേശുവിലേക്കുള്ള വഴി കാണിക്കുന്ന ജീവിതമാകുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ക്രിസ്തുവിൻ്റെ സാന്നിധ്യം കൂടുതൽ നമുക്ക് പ്രകടമാക്കാൻ സാധിക്കും. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.